ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും ചേച്ചിയെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്ന ഫ്ലോട്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ അവർക്കിനി ഇൻറ്റീരിയറും അതുപോലെ വർക്കും ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ കിരണും കല്യാണിയും അത് പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് വേറൊന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാം പക്കാ ഓക്കെ ആണെന്നും ഇനിയിപ്പോൾ നിങ്ങൾ പണി തുടങ്ങിക്കോളാനൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം ചേച്ചി നമുക്ക് ഒരുമിച്ച് പോയി കണ്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് പണി തുടങ്ങാമെന്നുള്ള കാര്യം കല്യാണി പറയുമ്പം ശരി, നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ താമസിക്കുന്നത് കുറച്ച് ദൂരെയാണ്. കേരളത്തിലൊരു വീട് വേണമെന്നുള്ളത് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് വേണമെന്നുള്ളതും ഒത്തിരി ആഗ്രഹമായിരുന്നു. ഇപ്പം നമ്മൾ തമ്മിൽ ഏകദേശം 2-2.5 കിലോമീറ്ററുടെ ഒരു ഗ്യാപ്പല്ലേ വരുന്നുള്ളൂ എന്നിങ്ങനെ ചേച്ചി ചോദിക്കുമ്പം അല്ല, ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്ററിൻ്റെ പോലും ഇല്ല, നടക്കാവുന്ന ദൂരമുള്ളതെന്ന് എനിക്ക് തോന്നണം. ഞങ്ങൾ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് നടക്കുന്ന വഴിയാണ് അതൊക്കെ എന്നും പറഞ്ഞങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ഇവർ സന്തോഷമായിട്ട് ഇരിക്കുന്നു. എന്തായാലും നിങ്ങളെ ഞാൻ നേരത്തെ കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കടുത്ത് തന്നെ ഞാൻ വാടക വീട് സെറ്റ് ചെയ്തേനേന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ ഇനിയും അതിന് സമയമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് ഒഴിഞ്ഞ വീടുകളൊക്കെ കിടപ്പുണ്ട്, അതും നല്ല നല്ല വീടുകളാണെന്ന് നമ്മുടെ കിരൺ പറയാം. ആ സമയം പ്രകാശനോ എൻ്റെ അമ്മയും മോനും ഒക്കെ എൻ്റെ അരികിലുള്ളപ്പോൾ തൽക്കാലം അത് വേണ്ട എന്ന് മനസ്സുകൊണ്ട് ചേച്ചി ചിന്തിക്കാം. അപ്പോൾ തൽക്കാലം അത് വേണ്ടാന്ന് പറഞ്ഞു. അല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്ന് കിരൺ അന്നേരം പറഞ്ഞു. ഈ സമയം പിന്നെ ഞങ്ങളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഫുഡ് എപ്പോൾ വേണമെന്ന് പറഞ്ഞാലും വീട്ടിലെത്തിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ എത്തിക്കുന്നത്, എനിക്ക് അങ്ങോട്ട് വന്ന് കഴിച്ചുകൂടെ എന്ന് ചേച്ചി ചോദിക്കുമ്പം അത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു കല്യാണി. കാർത്തികയുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല, സ്ഥലമൊക്കെ അറിയാം, ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് കിരൺ പറയുമ്പോൾ വിളിച്ചിട്ട് വരണം കേട്ടോ എന്ന് ചേച്ചി പറഞ്ഞു. നിങ്ങൾ ഒരിക്കൽ പോലെ സദ്യ ഒന്നും ഒരുക്കാൻ പറ്റിയില്ലെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തരണ്ടേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഉള്ളത് തന്നാൽ മതി എന്ന് കിരണും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, ഇപ്പോൾ ശരിയെല്ലാം പറഞ്ഞതുപോലെ കാർത്തികയുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് പ്ലോട്ട് പോയി കാണാമെന്നൊക്കെ പറഞ്ഞു. ശരി, നാളെ തന്നെ പ്ലാൻ എത്തിക്കുകയും ചെയ്യാമെന്നും പറഞ്ഞു. പിന്നെ അതിലെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളിന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു ഇവർ യാത്ര പറഞ്ഞു പോന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ കാർത്തിക അവിടെ ഇരുന്ന് ചിന്തിക്കാം, ഇവർ വരുമ്പോൾ ആ പണ്ടാരങ്ങളെ കണ്ട് എന്തു ചെയ്യും? കാണുന്നെങ്കിൽ കാണട്ടെ, എന്തായാലും കാണേണ്ടവരെ തന്നെയല്ലേ എന്നും പറഞ്ഞ് കാർത്തിക അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ ഈ പറയുന്നത് നമ്മുടെ പ്രകാശൻ എന്ന അണ്ണനെയാണ്. അണ്ണൻ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുവാണ്, ഭയങ്കര തലയെടുപ്പോട് കൂടി അങ്ങനെ വലിയ ആൾ കളിച്ചങ്ങനെ ഇരിക്കുന്നു. ഈ സമയം അവിടുത്തെ സ്റ്റാഫിനോട് എനിക്ക് ഒരു ചായ വേണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ശീലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കട്ട മതിയോ ചേട്ടാ എന്നാ പെങ്കൊച്ചി ചോദിച്ചപ്പം എന്താ പാലില്ലേ എവിടെയെന്ന് ചോദിക്കുക പ്രകാശൻ. പാൽ ഇവിടെ ഇല്ലെങ്കിൽ വെളിയിൽ പോയി പാൽ മേടിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ട് തരണമെന്ന് പറഞ്ഞു. ശരി ചേട്ടാ. ചേട്ടാന്നോ? എൻ്റെ പഴയ സ്വഭാവമാണെങ്കിലേ ഇവിടെ നിർത്തി നിന്നെ കൊണ്ട് സാറേന്ന് വിളിപ്പിച്ചിട്ട് വിടുമായിരുന്നു. അപ്പം ശരി സാറെന്നും പറഞ്ഞിട്ടോ പെങ്കൊച്ചങ്ങ് പോയിട്ടോ എന്ന് പറഞ്ഞൊരു ചിരിയും ചിരിച്ച് പ്രകാശിന് അണ്ണൻ ആ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ പ്രകാശിൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ഈ സമയം ഒരു പത്രം അവിടെ ഇരിക്കുന്നത് കണ്ടു. പ്രകാശൻ അതെടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് പത്രം. ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോട്ടെ. എൻ്റെ മോനൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പത്രമല്ല നോവൽ വരെ വായിക്കുമെന്ന് പറഞ്ഞു പ്രകാശൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ കിരണും കല്യാണിയും അതുവഴി ഇറങ്ങി പോകുന്നത്. പക്ഷേ ഈ പണ്ടാരം കണ്ടില്ല ഇവർ പോകുന്നത്, പത്രത്തിൽ മുഴുകി കിടക്കുമല്ലേ, അതുകൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സരീവിൻ്റെ പിറന്നാളാണ്. സരീവിൻ്റെ പിറന്നാളിന് മനുവേട്ടൻ കൂടെയുണ്ട്, അതുപോലെ തന്നെ രാഹുലേട്ടൻ കൂടെയുണ്ട്. എല്ലാവരും എന്നിങ്ങനെ നോക്കി നിൽക്കും. ശാരിയും തൊട്ടരികിലുണ്ട്. ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മോളൂനെ വിളിച്ച് ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ മനു ആ സമയത്ത് ശാരി ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അന്ന് ആ കുഞ്ഞിനെ കയ്യിലേക്ക് വെച്ച് കൊടുത്തതും അതുപോലെ തന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങളും, അതായത് സരീവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്നിങ്ങനെ ആലോചിച്ച് നമ്മുടെ ശാരിയുടെ സമനില തെറ്റിക്കൊണ്ടിരിക്കുക, ഉള്ളു പൊള്ളിക്കൊണ്ടിരിക്കുക, ഉള്ളു നീറിക്കൊണ്ടിരിക്കുക, ആരോടെങ്കിലും മിണ്ടാൻ പറ്റുമോ, വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. അപ്പം കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്ത് സന്തോഷത്തോടെയാണ് ഞാൻ എൻ്റെ മോൾക്ക് മുന്നിൽ നിന്നത് എന്ന് ശാരി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. അന്ന് എൻ്റെ മാത്രം മോളായിരുന്നു ഇവൾ, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അപ്പം സരിയും ഇങ്ങനെ അമ്മയെ നോക്കുന്നുണ്ട്, അമ്മയുടെ ഭാവമാറ്റമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ശാരിയുടെ കണ്ണാണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം ഇവളെന്താ എന്നെ കൊല്ലാൻ പാകത്തിന് നോക്കി നിൽക്കുന്നത്? കരിമൂർഖനാ അടുത്ത് നിൽക്കുന്നതെന്നറിയത് എൻ്റെ മോള്. എന്തൊരവസ്ഥയാ എന്നിങ്ങനെ നമ്മുടെ രാഹുൽ ചിന്തിക്കുമ്പോൾ മനു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുക കേട്ടോ. ഈ സമയത്ത് താരയും കൂട്ടിക്കൊണ്ട് കല്യാണി അങ്ങോട്ടേക്ക് കയറി വരുന്നു.
താരയും കല്യാണിയും കൂടെ ബർത്ത്ഡേക്ക് വരുന്ന സമയം നമ്മുടെ സരയു കേക്ക് മുറിക്കാൻ തുടങ്ങിയതും അവർ രണ്ടുപേരും കൂടെ കയറി വരിക. ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴത്തേക്കും സരയുവിന് ഭയങ്കര കലിപ്പ്. രാഹുലിൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. ശാരിയാണെന്നുണ്ടെങ്കിലോ നിസ്സഹായതയുടെ പട്ടുകുഴിയിൽ ചാടി ഇങ്ങനെ നിൽക്കുന്നു. മനു ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. താരയാണെങ്കിൽ പേടിച്ച് വിറച്ച ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ. എപ്പോൾ വേണേലും എന്തും സംഭവിക്കാമെന്നുള്ളൊരിതിൽ. ആ സമയത്ത് ശാരി ഇങ്ങനെ മോളെയും മരുമോനെയും ഇങ്ങനെ നോക്കുക. ദൈവമേ എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളൊരു പേടി കൊണ്ട്. ആ സമയത്ത് നമ്മുടെ കല്യാണി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുമ്പം എന്താടി എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് നീ കയറി വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രസൻറ്റ് തരാനാ താരാൻറ്റി വന്നത് എന്ന് പറഞ്ഞു നമ്മുടെ കല്യാണിയെ. അപ്പോഴത്തേന് ശാരി ഇങ്ങനെ നോക്കാം. പ്രസൻറ്റോ? എന്തോ പ്രസൻറ്റ്? എടി ഇറങ്ങിപ്പോന്നും പറഞ്ഞുകൊണ്ട് സരയു അങ്ങ് ചെല്ലുമ്പം മോളു വേണ്ട, എന്തെങ്കിലും തരാനാണ് വന്നതെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞു മനു. ഇവളെന്തിനാ എനിക്ക് സമ്മാനം തരുന്നതെന്ന് സരയു ചോദിക്കുമ്പോൾ അതെന്തിനാണെന്ന് ഇവിടെ ചിലർക്കൊക്കെ അറിയാവൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു പറഞ്ഞപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഹുൽ നിൽക്കുന്നു. ശാരി അന്നേരത്തേനും തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ അമ്മേ ഇവള് കയറി വന്നത് കണ്ടില്ലേ? ഞാൻ അവളുടെ മോളാണെന്ന് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുക. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സമ്മാനങ്ങളുമായിട്ട് അവളിപ്പോൾ കയറി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറയുവാണ് അമ്മയോട്, അതായത് ശാരി എന്ന അമ്മയോട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവളുകളുടെ ഭർത്താവുമാണെന്ന് പറഞ്ഞ് കല്യാണിയെ കുറ്റപ്പെടുത്തി. വിളിച്ചുകൊണ്ട് പോടി ഇവളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ പാവത്തന്നെ തള്ളിയിടാൻ നോക്കിയപ്പോൾ തൊട്ടു പോകരുത് ആൻറ്റിയെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അങ്ങ് പറഞ്ഞില്ലേ, കയറി വന്ന് എല്ലാം പൊളിച്ചടുക്കി. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നീ ഇനി ഒരുപാട് കരയേണ്ടി വരും. അപ്പം ഞാൻ എന്തിനാടി കരയുന്നത്? നിന്റെ അമ്മയെപ്പോലെ വഴിതെറ്റി നടക്കുന്ന കൂട്ടത്തിലല്ല എൻ്റെ അമ്മ എന്നും പറഞ്ഞതേ നമ്മുടെ സരയു ഇങ്ങനെ പറയുന്നു. ശാരിയാണെങ്കിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക. നിന്റെ അമ്മയ്ക്ക് നാട് നീളം മക്കളുണ്ടാവും, പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യമേ അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കാം. ഈ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോളേ ഉള്ളൂ, ഒരേ ഒരു മോള്. അപ്പോൾ കല്യാണി ഇങ്ങനെ ഭയങ്കര ഒരു ഇതോടുകൂടി ഇങ്ങനെ നോക്കുക. ശാരി പാവങ്ങളൊന്നും ഉരുകുക കേട്ടോ, ഒരു രക്ഷയില്ല അതിന്. രാഹുലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെയുള്ള എന്നെ പുന്നരിച്ച് വളർത്തി എൻ്റെ അമ്മയുടെ മുന്നിലേക്കാണ് നീ ഇപ്പോൾ ഇവളെയും കൊണ്ട് വന്നിരിക്കുന്നത്. ഞാനാ ഇവളുടെ മകളെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ച് തരണോടി എന്നും ചോദിച്ചുകൊണ്ട് ശാരിയോ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാം. അപ്പോൾ കല്യാണി നീ ഇവളെ വിളിച്ചുകൊണ്ട് പോ എന്ന് പറഞ്ഞ് ശാരി, എന്നിട്ട് ശാരി കല്യാണിയുടെ നേരെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദയനീയത കാണിക്കുക. ആ സമയത്ത് താരയും അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. താരയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. ആ സമയം സരയു ഇതൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ഗിഫ്റ്റ് നിനക്ക് തരാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ താര പറഞ്ഞപ്പം ഇത് മോളൂന് കൊടുക്കണമെന്ന് താരാൻറ്റി പറയുന്നത് എന്ന് മനു പറഞ്ഞപ്പം എന്തിനാ മോൾക്ക് കൊടുക്കുന്നത്? അവളും മോളും തമ്മിൽ എന്താ ബന്ധം എന്ന് രാഹുൽ ചോദിച്ചു. അപ്പോഴത്തേക്കും താര ഇങ്ങനെ ഇയാളെ നോക്കുന്നു. കല്യാണി ഇങ്ങനെ നോക്കുന്നു. രാഹുൽ എന്നൊരു ഒരു ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു. ശാരി അതിനേക്കാളും വലിയതിൽ നോക്കുന്നു. അയലത്തിരുന്നിട്ട് മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. നീയും നിൻ്റെ ഭർത്താവും കൂടി. ഇവിടെ ഏതായാലും അത് വേണ്ട, ഇവളെയും കൂടി പോടിയെന്ന് പറഞ്ഞുകൊണ്ട് സരയു ഇങ്ങനെ ഒച്ചയെടുക്കുമ്പം ഞാൻ ഇപ്പം ആൻറ്റിയായിട്ട് പോവാ, എന്നെങ്കിലും ഒരു ദിവസം ആൻറ്റിയായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും, അധികാരത്തോടെ ഞാൻ വരും. ആ ദിവസത്തിനായി നീ കാത്തിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി സരയുവിനെ വെല്ലുവിളിക്കുന്നു. രാഹുലാണെങ്കിലും ശ്വാസം പോലും ഇല്ലാതെ നിൽക്കുക. ആ സമയം വാ ആൻറ്റി എന്നും പറഞ്ഞ് ഇവർ ഇറങ്ങാൻ തുടങ്ങിയപ്പം നിക്കടി എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് സരയു പിടിച്ചു നിർത്തി. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ മനുവേട്ടൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോകുന്നു നമ്മുടെ സരയു എന്ന് വെച്ചാൽ ഈ നാട്ടിലെ എൻ്റെ അവസാനത്തെ ബർത്ത്ഡേ ആണ് ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്ന് പറഞ്ഞ് കല്യാണി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാലേ പിന്നെ നിൻ്റെയൊക്കെ ദുർമുഖം കാണാനേ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരില്ലടി എന്ന് പറഞ്ഞു. അതൊക്കെ പോയെന്ന് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു കല്യാണി അന്നേരത്തേക്കും. പോവാതിരിക്കാൻ എന്താടി? പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ലടി എന്നും പറഞ്ഞായി നമ്മുടെ സരയുവേ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അത് ഈ നാട്ടിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി പടുത്തുയർത്തിക്കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, നിന്റെ മോഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് കല്യാണി. നിന്റെ ഭാവി എന്താണെന്ന് ഞങ്ങളൊക്കെ മുന്നിൽ കാണുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക സരയും അതുപോലെ ശാരിയും. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയാത്ത നിന്റെ കൂടെ തന്നെയുണ്ട് നിന്റെ ദുരന്തം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കല്യാണി പറഞ്ഞപ്പോൾ മനു കടന്ന് ഇങ്ങനെ ഉരുകുക. അത് നീ അറിയുന്നില്ലെന്ന് മാത്രമെന്നൊക്കെ പറഞ്ഞപ്പോഴും സരയുവിനൊന്നും മനസ്സിലാകുന്നില്ല. ആൻറ്റി വാ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് താരയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കല്യാണി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അവളെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാരും പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു. അവൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എന്താ എന്ന് സരയു ചോദിച്ചപ്പോൾ മോള് വെറുതെ ഇതിൻ്റെ ഒന്നും അർത്ഥവും വ്യാപ്തി അളക്കാനായിട്ട് നടക്കണ്ട. കല്യാണി അവളുടെ ഭർത്താവ് ജയിക്കാൻ വേണ്ടി ഇതുപോലെ പലതും പറഞ്ഞെന്നിരിക്കും, അതിനൊക്കെ തല വെച്ച് കൊടുക്കേണ്ട കാര്യം നമുക്കുണ്ടോ? അതിലൊന്നും വലിയ കഥയില്ല എന്ന് പറഞ്ഞു. എന്നാലും അവൾക്ക് സമ്മാനമായിട്ട് വരാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പം വന്നിട്ട് പോട്ടെ മോളെ, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് ശാരി പറഞ്ഞപ്പം അമ്മയുടെ നിസ്സംഗതയാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് സരയു അന്നേരം പറഞ്ഞു.
അപ്പോഴേക്ക് രാഹുലിന് സംശയം, അല്ലെങ്കിൽ എന്നെക്കാളും തിളപ്പോടെ ആയിരുന്നല്ലോ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് ചോദിച്ചപ്പം, എൻ്റെ മോളെ കല്യാണിയും താരയും എന്തെങ്കിലും ചെയ്താൽ ചോദിക്കാൻ വരുന്നത് വേറെ ആൾക്കാരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശാരി. ആ സേനൻ്റെ സ്വഭാവം അറിയാവുന്നതാണല്ലോ, അയാൾ വേണമെങ്കിൽ വീട്ടിൽ കയറി നമ്മളെ തല്ലും, ഇനി എന്തിനാ മോളെ തല്ലുകൊള്ളുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ എന്താ പറയുന്നത്, സാവധാനം തൻ്റെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് വിടുകയാണ് ശാരി. ഈ സമയത്ത് താരയും കല്യാണിയും കൂടെ ഇറങ്ങി അങ്ങ് പോകണം. ഇതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമൊന്നും അല്ലല്ലോ, നമ്മുടെ ബർത്ത്ഡേ ഇനി ഈ നാട്ടിലില്ലല്ലോ, അവിടെ വെച്ചല്ലേ, അതുകൊണ്ട് കേക്ക് മുറിക്കുമോളൂ എന്നും പറഞ്ഞുകൊണ്ട് കേക്ക് മുറിപ്പിക്കാം അതിന് ധൃതിയിൽ. ആ സമയത്ത് കിരൺ ഇവർ ചെല്ലുന്നതും നോക്കി അവിടെ നിൽക്കുക. അപ്പോൾ കല്യാണിയും താരയും ചെന്ന് കയറിയപ്പോൾ, ഇതെന്താ, എന്തു പറ്റി, ആൻറ്റിയുടെ മുഖത്ത് കരഞ്ഞൊരു ഭാവം ഉണ്ടല്ലോ എന്ന് കിരൺ ഇങ്ങനെ താരയോട് ചോദിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ കല്യാണി പറയാം. അത് കഴിഞ്ഞിട്ട് ആൻറ്റിക്ക് ഒരു വിഷമവും വേണ്ട, എന്തായാലും ആൻറ്റിക്ക് ഈ മാല ഇപ്പോൾ അവൾക്ക് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ, അവൾ അത് അണിഞ്ഞും കാണണം, അവൾ ആ മാല കൃത്യമായി ഉറപ്പായി അണിഞ്ഞിരിക്കും, 100% ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കിരണും കല്യാണിയും കൂടെ അതിനുള്ളൊരു പ്ലാൻ ഒരുക്കുവാണ്. താരം മേടിച്ച സമ്മാനം സരവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ലോകത്ത് ആരായിരുന്നാലും എത്ര വലിയതായിരുന്നാലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടെങ്കിൽ, ആ അവസ്ഥ ചിന്തിച്ചെങ്കിലും ആ ആളെക്കുറിച്ച് നമ്മളൊരു ദയനീയതയെങ്കിലും വിചാരിക്കും. ഇവളെ സംബന്ധിച്ചിടത്തോളം അതും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ സരീവിന് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാതെയാണ് സരി ഇതുപോലെ അഹങ്കരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ പറയാം. അപ്പോൾ അങ്ങനെ താരയുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾ ഈ ചെയ്തതിനൊക്കെ അവൾക്ക് തന്നെ കിട്ടുന്ന സാഹചര്യങ്ങളാണ് ആൻറ്റി വരുന്നത്, അത് നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആൻറ്റി അങ്ങോട്ടേക്ക് ചെല്ലുന്നതെല്ലാം ആ പാവം അമ്മയ്ക്കൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നു കഴിയുമ്പോൾ അത് പ്രശ്നമാകും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ താരയ്ക്ക് അത് വിഷമായി, മോളെ കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അവിടെ സരുവിൻ്റെ കേക്ക് മുറിക്കുന്നു, അങ്ങോട്ട് വായി വെച്ച് കൊടുക്കുന്നു, ഇങ്ങോട്ട് വായി വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു കേക്ക് മുറിക്കലും കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ലാസ്റ്റ് അവിടെ സംഭവിച്ചു. ആ സമയത്ത് ഇവർ കേക്ക് മുറിക്കുന്ന സമയം നമ്മുടെ ശാരി അവിടെ നിന്ന് കരയുക. അപ്പോൾ അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു നമ്മുടെ സരയു. അപ്പോൾ ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണീര് ഉടയ്ക്കണം. അപ്പോൾ രാഹുൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. മനുമോൻ്റെ ഒപ്പം മോളിങ്ങനെ നിന്നപ്പോൾ എൻ്റെ സന്തോഷം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ പറയുന്നു. പിന്നെ മോളുടെ അച്ഛന് വട്ടായി പോയതാ, എൻ്റെ ആകെയുള്ള സങ്കടം എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ നിൽക്കുന്നു. വട്ടായതുകൊണ്ട് ഇപ്പം എന്താ പറ്റിയത്? താരയെന്ന് പറയുന്നവൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു വാക്കുപോലും അച്ഛൻ മിണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മകള് അവിടെ നിന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റില്ലായിരിക്കും എന്ന് മനു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. ആ സമയത്ത് ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ദൈവമേ, മനുമോനിനി എന്തെങ്കിലും അറിയാവോ എന്തോ, അയ്യോ അതൊന്നും അറിഞ്ഞു കാണത്തില്ലെന്ന് ശാരി മനസ്സിൽ അന്നേരം ചിന്തിക്കാം. മോള് പറഞ്ഞത് ശരിയാ, അമ്മയ്ക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് മനുവും പറഞ്ഞു. ചില നേരത്ത് ഒറ്റയ്ക്ക് മാറി നിന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളു, ഭർത്താവിൻ്റെ സമനില തെറ്റുമ്പോൾ ഏതു ഭാര്യയ്ക്കാണെങ്കിലും വിഷാദ രോഗം പിടിപെടും, അത് ഉറപ്പായ കാര്യമല്ലേ. ഈ വീട്ടിലിപ്പോൾ ആകെ നോർമലായിട്ടുള്ളത് ഞാൻ മാത്രമാണെന്ന് നമ്മുടെ രാഹുൽ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചിരി ഇവർ രണ്ടുപേരും കൂടി, അതായത് മനുവും സരയും കൂടി ചേർന്ന് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചിരിക്കുന്നതെന്ന് രാഹുൽ ചോദിച്ചു കഴിഞ്ഞപ്പം ശാരി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമല്ലേ. പിന്നെ തമാശ കേട്ടാ ഞങ്ങൾ ചിരിക്കണ്ടേ എന്ന് മനു ചോദിച്ചിട്ട് മനു ചിരിക്കുമ്പോൾ, ഈ വീട്ടിൽ നോർമൽ ഇയാൾ മാത്രമേ ഉള്ളൂ എന്നോ, അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയല്ല വരുന്നത്, തൻ്റെ കാരണത്തൊന്ന് പൊട്ടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ പറഞ്ഞപ്പം, പൊട്ടിക്കുന്നതിനേക്കാൾ വലിയ വലിയ വാക്കുകളാണല്ലോ നീയൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഹൃദയം പിളർക്കുന്ന കാര്യങ്ങളാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിലും നല്ലത് എൻ്റെ കരണത്തടിക്കുകയല്ല എന്നെ കൊല്ലുന്നതാണെന്ന് പറയുമ്പം അതിന് ഞാൻ മടിക്കില്ലടോ എന്ന് ശാരി രാഹുലിനോട് പറഞ്ഞു. അത്രയ്ക്ക് മടുത്താ ഞാൻ നടക്കുന്നതെന്നൊക്കെ നമ്മുടെ ശാരി അങ്ങ് പറഞ്ഞു. എന്നെക്കൊണ്ട് താനത് ചെയ്യിക്കാതിരുന്നാൽ കൊള്ളാവെന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ പേടിപ്പിച്ചിങ്ങനെ നമ്മുടെ ശാരി നിർത്തുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.